എല്ലാവരും ചോദിക്കാറുണ്ട്, ഞാൻ ഇത്ര എഫേർട്സ് എടുത്തിട്ടും എന്താണ് ഞാൻ സക്സസ്ഫുൾ ആകാത്തത് എന്ന്. ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ഡെസ്റ്റിനി അല്ലേ എന്ന്. നമുക്ക് എങ്ങനെ അറിയാം നമ്മുടെ വിധി എന്താണെന്ന്? ബട്ട് ആക്ച്വലി ദർ ഇസ് നോ റിയൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നമ്മുടെ വിധി എന്താണെന്ന് ആർക്കും നിർണ്ണയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ചോദ്യം ഇതായിരിക്കും, ഷുഡ് ഐ ഗിവ് അപ്പ് മൈ ഗോൾസ് ഓർ ഐ ഷുഡ് വർക്ക് ഓൺ ഇറ്റ്? ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞു തരട്ടെ. തോമസ് എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 1000 തവണ തോറ്റിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വർക്കിൽ വളരെയധികം അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരുന്നു. There was no condition in his commitment to his goal. That is unconditional love. So we are in love with someone or something. We will never lose it at any cost. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളുടെ കുട്ടികൾ പിച്ച വെച്ച് തുടങ്ങുമ്പോൾ 1000 തവണ വീണിട്ടായിരിക്കും അവരൊന്ന് നിൽക്കാൻ പഠിക്കുക. പക്ഷേ അവരുടെ പാരൻസ് ഒരിക്കലും ആ കുട്ടിയെ സ്റ്റോപ്പ് ചെയ്യാറില്ല. എന്തുകൊണ്ടെന്നറിയോ? They will continuously supporting the child until he stands. That is unconditional love. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളോട് നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് ആണോ ഉള്ളത് എന്ന്. നിങ്ങളുടെ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ you are in the right track. If your answer is yes, you should work for it if it is destined for you or not. So try to be the creators or directors of your life and your thoughts. Success or failure is not important if you have unconditional love for your work. Stay tuned for my next strong content. നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മരിയ.